ഹായ് എവരിവൺ. ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാം, ഡിലേ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈമേഴ്സ് യൂസ് ചെയ്യാതെ എങ്ങനെ ഡിലേ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത് ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം കൗണ്ടേഴ്സ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇവന്റ് അതിന്റെ റിപ്പീറ്റേഷൻ കൗണ്ട് ചെയ്യാനാണ് കൗണ്ടർ ഉപയോഗിക്കുന്നത്. അപ്പോ ടൈമേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിലേ പ്രൊവൈഡ് ചെയ്ത് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് ടൈമർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ using timer 0 in mode 1 ടൈമർ 0 യൂസ് ചെയ്യുകയും, നമുക്ക് രണ്ട് ടൈമേഴ്സ് ഉണ്ട്, ടൈമർ 0 ഉണ്ട്, ടൈമർ 1 ഉണ്ട്. ടൈമേഴ്സിന്റെ മോഡുകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 4 തരത്തിലുള്ള മോഡുകൾ ടൈമേഴ്സിനകത്തുണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. മോഡ് 1ലാണ് 16 ബിറ്റ് ടൈമർ വരുന്നത്. അപ്പോൾ മോഡ് 1 ടൈമർ ഉപയോഗിച്ച് ടൈമർ 0 ഉപയോഗിച്ച് അതിൽ മോഡ് 1 ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ക്വയർ വേവിന്റെ ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആണ്. അപ്പോൾ ഓൺ ടൈമിന് വേണ്ടിയിട്ടും ഓഫ് ടൈമിന് വേണ്ടിയിട്ടും നമുക്ക് ഒരൊറ്റ ഡിലേ കൊടുത്താൽ മതി. സെയിം ഡിലേ ആണല്ലോ, അളവ് അതിന്റെ ഡിലേ ടൈം സെയിം ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഡിലേ കൊടുത്താൽ മതി. ആ സെയിം ഡിലേനെ ഓഫിലോട്ടും ഓണിലോട്ടും നമുക്ക് കൊടുക്കാം. അപ്പൊ ടൈമർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ 8051ന്റെ ഏതെങ്കിലും ഒരു പോർട്ട് പിന്നിലാണ് നമ്മൾ സ്ക്വയർ വേവ് കിട്ടുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് സപ്പോസ് P1.3 എന്ന പിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സെറ്റ് ബി P1.3 എന്ന് കൊടുക്കുന്നതിലൂടെ ഈ എഴുതിയതാണല്ലോ ഇതിന്റെ പ്രോഗ്രാം, ഈ എഴുതിയിട്ടുള്ളതാണ്, ഇങ്ങനെ എഴുതി ഇതുവരെയുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ. വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ സെറ്റ് ബി P1.3 എന്ന് പറയുന്നതിലൂടെ P1.3യിലെ ബിറ്റ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതോടെ അവിടെ ഹൈ സിഗ്നൽ വന്നു, 1 വന്നു അല്ലെ, സ്ക്വയർ വേവിന്റെ ഹൈ സ്റ്റേറ്റ് വരുന്നു. ഇനി നമുക്ക് അവിടെ ഡിലേ കൊടുക്കണം. അപ്പൊ എ കോൾ ഡിലേ. അപ്പോ സ്ക്വയർ വേവിന്റെ ഹൈ വന്നു, എ കോൾ ഡിലേ, ഡിലേയെ വിളിച്ചു, CPL P1.3 കോംപ്ലിമെന്റ് എടുത്തു, SJMP ഹിയറിലോട്ട് വീണ്ടും ജമ്പ് ചെയ്യുന്നു. ഹിയറിൽ എന്താ പറയുന്നത്? എ കോൾ ഡിലേ, വീണ്ടും ഡിലേ വിളിച്ചു, വീണ്ടും CPL കോംപ്ലിമെന്റ്, വീണ്ടും ഇങ്ങോട്ട് വന്നു SJMP ഹിയർ. അപ്പൊ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഡിലേ വിളിക്കുന്നു. അപ്പൊ ഈ ഡിലേ എന്നുള്ളത് ഒരു സബ് റുട്ടീനാണ്, വേറൊരു പ്രോഗ്രാമാണ്.
ആ പ്രോഗ്രാമിനെ നമ്മൾ കോൾ ചെയ്യണം. ആ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിലേ എന്ന പേരിലുള്ള പ്രോഗ്രാമാണ്. ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ ടൈമർ ഉപയോഗിച്ച് ഡിലേ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഡിലേ ആണ് നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സെറ്റ് ബി P1.3 ഇവിടെ 1 ആയി. എ കോൾ ഡിലേ എന്ന പ്രോഗ്രാമിനെ വിളിച്ചു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിലേ നമുക്ക് കിട്ടി. ദെൻ കോംപ്ലിമെന്റ് എടുത്തു. വീണ്ടും SJMP ഹിയറിലോട്ട് ജമ്പ് ചെയ്യുക. ഹിയർ എന്ന സ്റ്റെപ്പ് ഇവിടെയാണ്. അപ്പൊ എ കോൾ ഡിലേ, വീണ്ടും ഡിലേ വിളിക്കുന്നു, കോംപ്ലിമെന്റ് എടുക്കുന്നു, ഡിലേ വിളിക്കുന്നു, കോംപ്ലിമെന്റ് എടുക്കുന്നു, വീണ്ടും ഡിലേ വിളിക്കുന്നു, കോംപ്ലിമെന്റ് എടുക്കുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡിലേ എന്നുള്ള സബ് റൂട്ടീൻ പ്രോഗ്രാമിനകത്ത് എന്ത് ഡിലേ ആണോ കൊടുക്കുന്നത് ആ ഡിലേ ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഡിലേ എന്നുള്ളതിനെ തന്നെയാണ് നമ്മൾ ഓൺ സ്റ്റേറ്റിലും ഓഫ് സ്റ്റേറ്റിലും വിളിക്കുന്നത്. സെയിം ഡിലേ ആയതുകൊണ്ട്, സെയിം പ്രോഗ്രാം ആയതുകൊണ്ട് സെയിം ഡിലേ ടൈമാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ടി ഓൺ ഈക്വൽ ടു ടി ഓഫ് വരും. ടി ഓൺ ഈക്വൽ ടു ടി ഓഫ് വരുമ്പോൾ അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്താണ്? 50% ആണ്. ഓക്കെ, അപ്പൊ ഇനി ഈ എ കോൾ ഡിലേയിലെ ഡിലേ എന്ന പ്രോഗ്രാമിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡിലേ, ഈ ഡിലേ എന്ന സബ് റൂട്ടീൻ ആണ് ഇവിടെ കാണുന്നത്. ഡിലേ എന്ന സബ് റൂട്ടീൻ ആണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് ടൈമർ ഉപയോഗിച്ചിട്ട് ഡിലേ കൊടുക്കാനുള്ള പ്രോഗ്രാം ഇവിടെയാണ്. അപ്പൊ ടൈമർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ഡിലേ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഏത് ടൈമർ ഉപയോഗിക്കുന്നു. അതൊക്കെ പ്രോഗ്രാമറുടെ ഇഷ്ടമാണ്. ടൈമർ 0 വേണോ, ടൈമർ 1 ആണോ? നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ടൈമർ 0 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടൈമർ 0 ഉപയോഗിക്കുന്നത്. ഇനി ഏത് മോഡാണ് അതും നമ്മുടെ ഇഷ്ടമാണ്, പ്രോഗ്രാമറുടെ ചൂസ് ആണ്. അപ്പൊ മോഡ് 1 ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈമർ 0 ആണെങ്കിൽ ആക്ച്വലി ഇവിടെ കൗണ്ടിങ് ആണ്. ഇവിടെ നമ്മൾ ടൈമർ 0ന്റെ അതുമായി ബന്ധപ്പെട്ട ടൈമറുമായി ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. ടി മോഡ് രജിസ്റ്റർ, ടി കോൺ രജിസ്റ്റർ, പിന്നെ TH0, TL0, TH1, TL1. നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതില് ടി കോൺ ഇത് വളരെ പ്രധാനപ്പെട്ട രജിസ്റ്ററാണ്. ടി കോൺ ടൈമിംഗ് കൺട്രോൾ, ടൈമർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ടി കോൺ രജിസ്റ്റർ. അതിൽ TR0, TF0, TR1, TF1. TR0 1 വന്നാൽ ടൈമർ 0 ഓൺ ആവും. TR1 വന്നു കഴിഞ്ഞാൽ ടൈമർ 1 ഓൺ ആവും. ഇവിടെ കറസ്പോണ്ടിങ് 0 വന്നു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി TF0, TF1 എന്തിനുള്ളതാണ്? ഓവർഫ്ലോ ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ളതാണ്. അതായത് എന്താണ് ഓവർഫ്ലോ? ഇപ്പൊ ഞാൻ ഇവിടെ ടൈമർ 0 ആണ് ഉപയോഗിക്കുന്നത്. ടൈമർ 0 ആയതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള TH0യും TL0യുമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ടൈമർ 0ന്റെ 2 8-bit രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ 16 ബിറ്റ് രജിസ്റ്റർ ആണ് ഈ കാണുന്നത്, TH0യും TL0യും. ഇതേപോലെ ടൈമർ 1 ആണെങ്കിൽ TH1ഉം TL1ഉം ഉണ്ട്. ടൈമർ 1 നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ TH0യും TL0യും കൂടെ നമ്മളൊരു വാല്യൂ പുട്ട് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇതിനെ രണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റ രജിസ്റ്റർ ആയിട്ട് അതിനെ കണക്കാക്കാം. അതായത് 16 ബിറ്റ് സൈസുള്ള ഒരു വലുതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് TL0, ഇത് TH0. ഓക്കെ, ഇതില് ഈ TL0ന്റെ അഡ്രസ് വരുന്നത് 80A ആണ്. 80A. TH0ന്റെ വരുന്നത് 8C ആണ് വരിക. ഹെക്സാഡെസിമൽ അഡ്രസ്, ഈ ഒരു ലൊക്കേഷന്റെ അഡ്രസ് നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യമുണ്ട്. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ TH0, TL0യിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കും.
ഇതിൽ രണ്ട് നമുക്ക് വാല്യൂസ് കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് TH0 FFും TH0 F2ഉം കൊടുത്തു വിചാരിക്കുക. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്താ വായിക്കുക? എഫ് ഓഫ് F2 എന്ന് വായിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ TH0ക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അങ്ങനെ വാല്യൂ കൊടുത്തതിന് ശേഷം ടൈമർ ഓൺ ചെയ്യണം. ഇവിടെ ടൈമർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള കൺട്രോളാണ് Tcon-നകത്തുള്ളത്, Tcon രജിസ്റ്റർ. ആദ്യം വാല്യൂ കൊടുത്തു. ഈ ടൈമർ ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ TR0 ഓൺ ആവണം. അപ്പൊ TR0 സപ്പോസ് അവിടെ 1 കൊടുത്തു, പ്രോഗ്രാമിങ്ങിലൂടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ ഓൺ ആവും. ടൈമർ ഓൺ ആയാൽ ഇനി എന്താ സംഭവിക്കുക? ഇത് ഇവിടെ നിന്നുള്ള ഈ TH0 TL0ന്റെ +1 ഇൻക്രിമെന്റ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ടാവുക. അതായത് അവിടുത്തെ വാല്യൂ എഫ് ഓഫ് F3 ആവും, എഫ് ഓഫ് F4 ആവും, എഫ് ഓഫ് F5 ആവും, അങ്ങനെ F6 F7 F8 F9 then FA FB FC FD FE അങ്ങനെ പോയി FF വരെ എത്തും. അത് കഴിഞ്ഞ ഉടനെ തന്നെ FF കഴിഞ്ഞ ഉടൻ തന്നെ 0000 റിട്ടേൺ വരും. ദെൻ വീണ്ടും നമ്മൾ ടൈമർ ഓഫ് ചെയ്യുന്നില്ല, വീണ്ടും അത് കൗണ്ടിങ് തുടങ്ങും. 0001 2 3 4 5 6 അങ്ങനെ ഇങ്ങോട്ടെത്തും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്ര റിപ്പീറ്റേഷന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ടൈമറിനകത്ത് ടൈമർ 0 TF0 TL0 ഇതിനകത്ത് എന്ത് വാല്യൂ ആണോ നമ്മളെ കൊടുക്കുന്നത് ആ വാല്യൂ നമ്മൾ ഇനി ടൈമർ ഓൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുത്ത വാല്യൂ മുതൽ മുകളിലോട്ട് വാല്യൂ ഇൻക്രിമെന്റ് ആയി പോവുകയാണ്. അങ്ങനെ ഇൻക്രിമെന്റ് ആയി മാക്സിമം ആണ് ഇതിന്റെ ബിറ്റ് സൈസ് ആണ് FF. അത് കഴിഞ്ഞാൽ വീണ്ടും നേരെ 0 റിട്ടേൺ വരും. ഈ FFൽ നിന്ന് 0 റിട്ടേൺ വരുന്ന ഈ കണ്ടീഷനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്, അപ്പൊ ഈ കൗണ്ടിങ് സ്റ്റാർട്ടിങ് ഇങ്ങനെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് FF കഴിഞ്ഞ് നേരെ 0 വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടായി എന്ന് പറയും. ആ ഓവർഫ്ലോ ഉണ്ടായാൽ ഇവിടെ ടൈമർ 0ന്റെ ഓവർഫ്ലോ ബിറ്റ് ആണ് TF0. അതിനകത്ത് 1 വരും. ആ 1 ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇതിന്റെ ഇൻഡിക്കേഷൻ ആണ്. കൗണ്ടിങ് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല, തുടങ്ങിയത് ഇൻഡിക്കേറ്റ് ചെയ്യാനല്ല, കൗണ്ടിങ് തുടങ്ങിയതിന് ശേഷം ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ എന്ത് വരും? 1 വരും. ഓക്കെ, അപ്പൊ ആദ്യം ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം ഇതിന്റെ മുമ്പേ പ്രോഗ്രാം ചെയ്തപ്പോൾ അവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അവിടെ ആദ്യം 0 ആക്കി വെക്കണം. TF0നെ 0 ആക്കി വെക്കണം. ഓക്കെ, അതിപ്പോ ടൈമർ 1 ആണ് ഉപയോഗിക്കുന്നത്, TF1 ആയിരിക്കണം. നമുക്ക് ഇവിടെ ടൈമർ 1 നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ TR1ഉം TF1ഉം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ടൈമർ 0 ആണ് ഓൺ ചെയ്യാൻ ആവശ്യം. ദെൻ ആ ടൈമർ 0 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്ത വാല്യൂവിൽ നിന്ന് ആ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇവിടെ. അങ്ങനെ FF കഴിഞ്ഞ് 0000 വരുന്ന ഒരു സ്റ്റേജ്, അപ്പോൾ അവിടെ ഓവർഫ്ലോ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നു. ആ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. ഈ TF0 എന്താവും? 1 ആവും. TF0 1 ആവും. ആ ഓവർഫ്ലോ ഉണ്ടാകുന്നതിനെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്, പ്രോഗ്രാമിങ്ങിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ടൈമേഴ്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ടൈമർ ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പൊ TR0 ആണെങ്കിൽ, ടൈമർ 0 ആണെങ്കിൽ TR0 ഓൺ ചെയ്യാൻ അവിടെ 1
കൊടുക്കണം. ഓഫ് ചെയ്യാൻ ഇവിടെ 0 കൊടുക്കണം. TH0 TL0കളിൽ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ കൊടുത്തിട്ട് TR0 1 കൊടുക്കുമ്പോഴാണ് അവിടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി വരുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ TF0 എന്താവും? 1 ആവും. ഓവർഫ്ലോ ഉണ്ടാവും. ഓവർഫ്ലോ ഉണ്ടായ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ടൈമർ ഓഫ് ചെയ്യും. കാരണം നമുക്ക് ആ സ്റ്റേറ്റ് അത്ര സ്റ്റേറ്റ് ആവശ്യമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർഫ്ലോ എപ്പോഴാണോ ഉണ്ടാവുന്നത്, ഓവർഫ്ലോ ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പൊ നമ്മുടെ ടൈമർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. ടൈമർ സ്റ്റോപ്പ് ചെയ്യാൻ TR0 0 കൊടുക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ TH0യും TL0ന്റെയും കംപ്ലീറ്റ് 8+8 16 ബിറ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മോഡ് 1ലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മോഡ് 1ലായതുകൊണ്ടാണ് നമുക്ക് 16 ബിറ്റ് ഉപയോഗിക്കാൻ പറ്റിയത്. അതേസമയം മോഡ് പിന്നെ 0യോ മോഡ് 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ 16 ബിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധി കൗണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ മോഡ് 1 തന്നെ വരണം. കാരണം അപ്പോഴാണ് 16 ബിറ്റുകൾ ഉണ്ടാവുക അതിനകത്ത്. അപ്പോഴാണ് കൗണ്ടിങ് ടൈം, നമുക്ക് ആ ഒരു ഡിലേ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡ് 1 ആണ് ചൂസ് ചെയ്യണം. മോഡ് 1 ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡ് 1 ആണെങ്കിൽ M0 M1, അതായത് ടൈമർ 0യുടെ M0 M1, നമ്മൾ ടൈമർ 0 ആണല്ലോ ഉപയോഗിക്കുന്നത്. M0 M1നകത്ത് M0കകത്ത് 0യും M1നകത്ത് 1ഉം വരണം. മനസ്സിലായോ? M0കകത്ത് 0യും M1നകത്ത് 1ഉം വരണം. അപ്പോൾ ഇവിടെ ടി മോഡ് രജിസ്റ്ററിനകത്ത് നമ്മൾ ഇതൊക്കെ 0 കൊടുക്കും. 0 0 0 0 അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 0 0 0 0 പിന്നെ ടൈമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ 0. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഗേറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഫുൾ 0, 3 0, അവസാനത്തിൽ 1 0 എന്ന് വരും അല്ലെ. 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ് വാല്യൂ. അപ്പോൾ 89 ആണ് ഈ ടി മോഡ് രജിസ്റ്ററിന്റെ ഹെക്സാഡെസിമൽ രജിസ്റ്റർ അഡ്രസ്. 89 എന്ന ലൊക്കേഷനിൽ നമ്മൾ 2 എന്ന വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 0 2 0 2 എന്ന് വെച്ചാൽ ഇത് 1 0 എന്ന ബൈനറിയുടെ ഡെസിമൽ വാല്യൂ ആണ്. അപ്പൊ 0 2 എന്ന വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ ഫുൾ 0വും ഇവിടെ 1 0 വരും. അതായത് ഈ ടൈമർ 0 മോഡ് 1ൽ ഓപ്പറേറ്റ് ചെയ്യും എന്നർത്ഥം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോഗ്രാമിങ്ങിലൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മോഡ് സെറ്റ് ചെയ്യുക, ടൈമർ 0 ഇതിൽ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അതിന് മുമ്പ് TH0 TL0യിൽ വാല്യൂ കൊടുക്കുക. അങ്ങനെ ഓവർഫ്ലോ ഉണ്ടായതിന് ശേഷം ടൈമർ ഓഫ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രോഗ്രാമിലോട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് TH0കകത്ത് FF എന്ന വാല്യൂ ലോഡ് ചെയ്യണം. TH0 എന്ന ലൊക്കേഷൻ അഡ്രസ് എന്താണ്? അതിന്റെ 8C ആണ്. അപ്പൊ 8Cക്കകത്ത് FF ലോഡ് ചെയ്യാനാണ് നമ്മൾ move 8C, #FF എന്ന് കൊടുക്കുന്നത്. Then TL0കകത്ത് F2 എന്ന് കൊടുക്കണം. TL0ന്റെ ഹെക്സാഡെസിമൽ അഡ്രസ് ആണ് 8A. അപ്പൊ 8A എന്ന ലൊക്കേഷനിൽ F2 കൊടുക്കാൻ move 8A, #F2. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് കൊടുക്കുന്നതിലൂടെ TH0 TL0കകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന FF F2 എന്ന വാല്യൂ വന്നു. ഈ FF F2 എന്ന വാല്യൂ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഓവർഫ്ലോ വരുന്നത് വരെയാണല്ലോ പരിഗണിക്കുന്നത്. ഓവർഫ്ലോ വരുന്നത് വരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ FF F2 ആകുമ്പോൾ FF F2 F3 F4 അങ്ങനെ FF 0 വരുന്നത് വരെയുള്ള ഒരു സമയം. ഇനി നമുക്ക് ഡിലേ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലോ വീണ്ടും പുറകോട്ടുള്ള വേറെ വാല്യൂസ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പൊ ആ വാല്യൂ കൊടുത്തത് മുതൽ അതിങ്ങനെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് FF F2 FF വരെ വന്ന് ദെൻ ഓവർഫ്ലോ സംഭവിക്കും. അതുവരെ നമ്മൾ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ TL0 TH0കകത്ത് വാല്യൂ കൊടുത്തു. ഇത് രണ്ടും ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു TF0 ഈ ടൈമർ ഓവർഫ്ലോ 0
ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ബിറ്റ്, ഓവർഫ്ലോ ഉണ്ടാവോ ഇല്ലേന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ബിറ്റാണ്. ഓവർഫ്ലോ ഉണ്ടായാൽ ഇവിടെ 1 വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം മുമ്പെങ്ങാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി 1 വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം 0 ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് എന്ത് ചെയ്യുന്നു, 0 ആക്കി വെക്കണം. 0 ആക്കി വെക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാം CLR TF0 എന്ന് പറഞ്ഞാൽ ക്ലിയർ TF0 ബിറ്റ് ക്ലിയർ ചെയ്യുക. അതായത് അവിടെ 0 കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ അവിടെ 0 കൊടുത്തു. Then ഇനി നമുക്ക് മോഡ് 1ലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് സെറ്റ് ചെയ്യണം. മോഡ് 1 സെറ്റ് ചെയ്യാൻ വേണ്ടി ടി മോഡ് രജിസ്റ്ററിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, 1 0 എന്ന് കൊടുക്കണം. അപ്പൊ 89-നകത്ത് അപ്പൊ ടോട്ടൽ ഇത് 0 0 0 0 0 0 1 0. ഇതെന്താ വായിക്കുക, ഇത്രയും 0 ആണ്, ഇത്രയും 2 ആണ്, 0 2. അപ്പൊ 89 എന്ന മെമ്മറി ലൊക്കേഷനിൽ 2 എന്ന വാല്യൂ കൊടുക്കണം. ആണോ, മൂവ് 89,#02. ഇത് കൊടുത്തതിന്റെ ഇതെന്തിനാണ് കൊടുത്തത്, ടി മോഡ് രജിസ്റ്ററിനകത്ത് 02 ലോഡ് ചെയ്യുന്നു. 02 ലോഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇവിടെ 10 വരും. അതായത് 10, അതായത് 16 ബിറ്റ് ഓപ്പറേഷനാണ് നടക്കുക. അതായത് മോഡ് 1ലാണ് ടൈമർ 0 റൺ ചെയ്യുക എന്നർത്ഥം. അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടൈമർ ഓൺ ചെയ്യണം. ടൈമർ ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു വാല്യൂസ് അവിടെ മാറിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ടൈമർ ഓൺ ചെയ്യാൻ വേണ്ടി TR0-നെ 1 ആക്കി വെക്കണം. അപ്പോൾ സെറ്റ് ബി TR0. ഇപ്പൊ ഇതിലൂടെ എന്തായി, ടൈമർ ഓൺ ആയി. ടൈമർ ഓൺ ചെയ്തപ്പോഴത്തേന് ഇവിടെ വാല്യൂ എന്തായി ഉണ്ടാവും, FF2 എന്നുള്ളത് FF3, FF4, FF5 അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ മാറി FF വന്നു. അപ്പൊ അത് ചെക്ക് ചെയ്യണം ഇവിടെ. FF വന്ന് ദെൻ തൊട്ടടുത്ത് 0 0 0 0 വന്നാൽ ഈ TF0 എന്താവും, 1 ആവും. അപ്പൊ 1 ആയോ എന്ന് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള സ്റ്റെപ്പാണ് ഇവിടെ TF0, അതായത് JNB TF0 L1. ഈ L1 എന്നുള്ളത് ഇതിന്റെ ലേബലാണ്. ഈ ഒരു സ്റ്റെപ്പിന്റെ പേരാണ് L1. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പോ ജംപ് ഇഫ് നോട്ട് സെറ്റ് ബിറ്റ്, നോട്ട് സെറ്റ്. എവിടുത്തെ ബിറ്റ്, TF0ന്റെ ബിറ്റ് സെറ്റ് അല്ലെങ്കിൽ ജമ്പ് ചെയ്യുക. സെറ്റ് അല്ലെങ്കിൽ മീൻസ് 1 അല്ലെങ്കിൽ, അപ്പൊ 1 ആയോ നോക്കുക. 1 ആയിട്ടില്ലെങ്കിൽ എവിടേക്ക് ജമ്പ് ചെയ്യണം, L1-ലോട്ട് തന്നെ ജമ്പ് ചെയ്യണം. അപ്പോ FF2 ആണ് ആദ്യം. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് FF3 ആയി. അപ്പോ TF0 സെറ്റ് ആണോ നോക്കി, അല്ല. അപ്പൊ ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ എപ്പോഴാണോ 00 ആയി ഈ TF0 1 ആവുന്നത്, ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ബാക്കി സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോ TF0 1 ആയോ എന്നിങ്ങനെ നോക്കും. 1 ആയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, നമ്മൾ ടൈമർ ഓഫ് ചെയ്യുക, തന്നെ നമ്മളെ പരിപാടി. അപ്പൊ 1 ആയി കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുന്നു, ക്ലിയർ TF0. ഈ TF0 ക്ലിയർ ചെയ്ത് വെക്കുക. ഇതോടെ പിന്നെ കൗണ്ടിങ് ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ, ഓവർഫ്ലോ ഈ FF കഴിഞ്ഞ് നേരെ 0-ലോട്ട് വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഓവർഫ്ലോ ഉണ്ടായപ്പോഴാണ് ഇങ്ങോട്ട് സ്റ്റെപ്പ് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇത് ഓഫ് ആക്കി വെക്കണം. TF0 0 ആക്കി വെക്കുക. ദെൻ TR0 0 ആക്കി വെക്കുക. TR0 0 ആക്കിയ ടൈമർ ഓഫ് ആയി എന്നർത്ഥം. ദെൻ റിട്ടേൺ, ഈ സബ് റൂട്ടീനിൽ നിന്ന് എന്ത് ചെയ്യുക, മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്യാം ഇങ്ങോട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം, ഇതതിന്റെ സബ് പ്രോഗ്രാമാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം P1.3 എന്ന പിൻ ഹൈ ആക്കി വെച്ചു, ഡിലേ കോൾ ചെയ്തു, ഡിലേ പ്രോഗ്രാമിനെ കോൾ ചെയ്തു. അതായത് അപ്പൊ ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും റൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടൈമർ ഓൺ ചെയ്തു, മോഡ് സെറ്റ് ചെയ്തു, ഓവർഫ്ലോ ഉണ്ടോ നോക്കി, ഓവർഫ്ലോ വന്നപ്പോ ടൈമർ ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഡിലേ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മളിവിടെ കൊടുത്ത വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ വാല്യൂ മുതൽ അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് 0 ആകുന്നത് വരെ, ദാറ്റ് ഈസ് ഓവർഫ്ലോ ഉണ്ടാകുന്നത് വരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓവർഫ്ലോ ഉണ്ടായ ടൈമർ ഓഫ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കുറെ സമയം, അപ്പൊ ആ ഡിലേ പ്രോഗ്രാം റൺ ചെയ്തു. ശേഷം എന്ത് ചെയ്തു? അപ്പോൾ ഫസ്റ്റ് ഹൈ ആയി, ഡിലേ പ്രോഗ്രാം റൺ ചെയ്തു, ദെൻ കോംപ്ലിമെന്റ് എടുത്തു, വീണ്ടും SJMP ഹിയർ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു, ഡിലേ വീണ്ടും വിളിച്ചു, ആ ഡിലേ പ്രോഗ്രാമിനെ വീണ്ടും വിളിച്ചു, വീണ്ടും കോംപ്ലിമെന്റ് എടുത്തു, ആ ഡിലേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്തു, വീണ്ടും കോംപ്ലിമെന്റ് എടുക്കുന്നു, ഡിലേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ആ സ്റ്റെപ്പ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റെപ്പ്. സെറ്റ് ബി P1.3 എ കോൾ ഡിലേ, ഇതിന്റെ പ്രോഗ്രാമിന്റെ ലേബൽ ഹിയർ, CPL P1.3 SJMP ഹിയർ, then subroutine program delay, move 80C, #FF, move 80A, #F2, CLR TF0, move 89, #02, set B TR0, JNB TF0 L1 എന്നുള്ളത് ഈ സ്റ്റെപ്പിന്റെ ലേബലാണ്. ദെൻ CLR TF0, CLR TR0 RAT. അപ്പൊ ഇത് ടഫ് ഒന്നല്ല, വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അത് ഏത് ടൈമർ ഉപയോഗിക്കുന്നു, അത് ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇതിവിടെ കോമൺ ആയിരിക്കും എപ്പോഴും അല്ലെ. ഡ്യൂട്ടി സൈക്കിൾ 50% ആണെങ്കിൽ ഇതിവിടെ കോമൺ ആയിരിക്കും. പിന്നെ നമുക്ക് വാല്യൂസ് ആണ് നമ്മൾ വേണമെങ്കിൽ മാറ്റേണ്ടതുള്ളൂ. അപ്പൊ ടൈമർ ഉപയോഗിച്ചിട്ട് ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ടൈമർ ഏതാന്ന് നോക്കുകയാണ്. അപ്പൊ ആദ്യം ഇനീഷ്യലി TH0 TL0 അകത്ത് നമ്മൾ വാല്യൂ കൊടുക്കണം. ദെൻ ഈ ഓവർഫ്ലോ ബിറ്റ് ഉണ്ടല്ലോ, ഇൻഡിക്കേഷൻ TF0, അത് നമ്മൾ 0 ആക്കി വെക്കുക. ദെൻ മോഡ് സെറ്റ് ചെയ്യുക, ഏത് മോഡിലാണെങ്കിൽ കറസ്പോണ്ടിങ് മോഡ് സെറ്റ് ചെയ്യാം. ദെൻ ടൈമർ ഓൺ ചെയ്യാം. TH0 TL0 ഒക്കെ വാല്യൂ കൊടുത്തു, TF0 ക്ലിയർ ചെയ്തു, മോഡ് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ടൈമർ ഓൺ ചെയ്യാം. ടൈമർ ഓൺ ചെയ്താൽ എന്താ സംഭവിക്കുക? TH0 TL0 ഒക്കെ അകത്ത് വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. FF2, FF3, FF4 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ FF വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ 0000 എന്ന് വരും. അതുവരെ നമ്മളെ പരിഗണിക്കും. അങ്ങനെ FFFൽ നിന്ന് 00 വരുന്ന ആ ഒരു കണ്ടീഷനെ ഓവർഫ്ലോ എന്ന് പറയും. ആ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ TF0 അകത്ത് എന്ത് വരും? 1 വരും, ഓട്ടോമാറ്റിക്കലി വരും. ആ 1 വന്നോ എന്നുള്ളതിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ TF0നെ 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ TF0 1 വന്നോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് അല്ലെ. ജമ്പ് ഇഫ് ബിറ്റ് നോട്ട് സെറ്റ്. ബിറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിറ്റ് 1 ആവുക എന്നാണ്. നോട്ട് സെറ്റ് ആകുമ്പോൾ ബിറ്റ് 1 ആയിട്ടില്ല, പിന്നെ നോട്ട് സെറ്റ് ചെയ്യുമ്പോൾ 0 ആവുക. അപ്പൊ ഇവിടെ 1 വന്നോ നോക്കും. 1 വന്നിട്ടില്ലെങ്കിൽ അത് ഇവിടെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ 1 വരുന്നത് ആ ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്യും? TF0 0 ആക്കി വെക്കും, ടൈമർ ഓഫ് ചെയ്യും, ഈ സബ് റൂട്ടീൻ റിട്ടേൺ ചെയ്യും, തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം യൂസിങ് ടൈമർ. ഇനി ഇത് വേറെ പല എക്സാമ്പിൾസും വെച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.